ഷാരോൺ വക്കേസ് വിധി നാളെ പറയാനിരിക്കെ ഇന്ന് സാമൂഹിക മാധ്യമങ്ങൾ സമാധിയുടെ കല്ലറക്ക് മുൻപിലാണ്. കാഴ്ചക്കാരുടെ ആകാംക്ഷയ്ക്ക് അനുസരിച്ച് മലയാള വാർത്താ ചാനലുകളിലും ഇന്ന് മുഴുവൻ ഈ വാർത്ത കൊണ്ട് നിറയുക തന്നെ ചെയ്യും. എന്നാൽ ഞാൻ നിങ്ങളുടെ കണ്ണുകളെ എന്നിലേക്ക് തിരിക്കുന്നു. സ്ത്രീക്കും പുരുഷനും തുല്യത വേണ്ട ഈ സമൂഹത്തിൽ പുരുഷന്മാർക്ക് നീതി ലഭിക്കാറുണ്ടോ? ഇത് കണ്ടു നോക്കൂ. അതൊരു ശ്രദ്ധേയമായ മാറ്റമാണ്. അതുകൊണ്ടാണ് ഞാൻ മര്യാദ പഠിച്ചിട്ടുണ്ട് ബോബി എന്ന് പറയുന്നത്. ആ മര്യാദ മാളവിക പറഞ്ഞതുപോലെ പേടിയിൽ നിന്നാകാം. പേടി വേണമല്ലോ. ശിക്ഷ എന്നുള്ളത് അങ്ങനെ ഡിറ്ററന്റ് ആകണം. പേടി പറഞ്ഞോളൂ. താങ്കളോട് ഞാൻ യോജിച്ചുകൊണ്ട് ആ 1% യോജിപ്പ് പറയാൻ അവസരം വേണം. അതായത് യഥാർത്ഥത്തിൽ ആ ഗ്രൗണ്ട് വൺ എന്ന് പറയുന്നത് അവരുടെ ഡ്രസ്സിനെ കുറിച്ചല്ല, ഇവർക്ക് വേണ്ട രീതിയിൽ സാമൂഹിക അംഗീകാരമില്ല. ഞാനൊരു സെലിബ്രിറ്റിയാണെന്ന് ബോബി ചെമ്മണ്ണൂർ പറയുകയും ആ സ്ത്രീക്ക് എന്നാൽ എക്സെപ്ഷണൽ ടാലന്റ് ഉള്ള ഒരു വ്യക്തി അല്ലാതെ പറയുന്നു. സത്യം പറയാൻ ഒരു നിയമ വിദ്യാർത്ഥി എന്ന നിലയിലും രാംപ്രസാദ് സാറിനെ ആരാധിക്കുന്ന വ്യക്തി എന്ന നിലയിലും അല്ലെങ്കിൽ ബോച്ചെ അറിയാത്ത വ്യക്തി എന്ന നിലയിലും എനിക്ക് തോന്നുന്നില്ല അവരറിഞ്ഞാണ് എഴുതിയത്. വേറെ ആരെങ്കിലും ഡ്രാഫ്റ്റ് ചെയ്തായിരിക്കും. അങ്ങനെ ഒരു വാദഗതി ഒരിക്കലും ഒരു അഫിഡവിറ്റിൽ വന്നുകൂടാത്തതാണ്. രാംപ്രസാദ് സാറിനോട് ചോദിച്ചപ്പോൾ ഇമീഡിയറ്റ്ലി പുള്ളി വിഡ്രോ ചെയ്യുകയും ചെയ്തു. കാര്യം അങ്ങനെ എനിക്ക് തോന്നുന്നു, എനിക്ക് അറിയില്ല കേട്ടോ, ഞാൻ ചോദിച്ചിട്ടല്ല പറയുന്നത്, ജൂനിയേഴ്സ് പോലെ ഡ്രാഫ്റ്റ് ചെയ്തായിരിക്കും. അങ്ങനെയല്ല, അങ്ങനെ ഒരു സമീപനം ശരിയല്ലെന്ന് 100% അവിടെ എല്ലാവരോടും യോജിക്കുന്നു. എന്റെ അടക്കമുള്ള മുൻകൂർ ജാമ്യം കൊടുത്തതിൽ ആദ്യത്തെ വരെ എഴുതിയിരിക്കുന്നത് ഹണി റോസ് സൗത്ത് ഇന്ത്യയിലെ പ്രഗത്ഭയായ നടിയാണെന്നും 18 വർഷത്തിലോളം ആയിട്ട് നമ്മുടെ നാട്ടിലുണ്ടെന്നും അവരുടെ ഏറ്റവും ആദരവാണ്. പക്ഷേ അവരോട് വിമർശനം ഉണ്ടെന്നാണ്. ദയവായി ഇനി ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ബോച്ചെ പറഞ്ഞ നിലപാടുകൾ തീർച്ചയായിട്ടും ബോച്ചെ പറഞ്ഞ വാക്കുകൾ തെറ്റാണ്. ബോച്ചയെ കരിവാഴ്ചേക്കണ്ട. 2 രാഹുൽ ഈശ്വർ അടക്കം കേരളത്തിലെ വലിയൊരു ശതമാനം ആൾക്കാർ ഉയർത്തിയ സമീപനം ഇപ്പോഴും പ്രസക്തമായി നിൽക്കുകയാണ്. അത് ഹണി റോസിനെ ബഹുമാനിച്ചുകൊണ്ടുള്ള ഹണി റോസിനെ വിമർശിക്കാനുള്ള അവകാശമാണ്. എനിക്കെതിരെ ചില ആൾക്കാർ വനിതാ കമ്മീഷനിൽ പോയി എന്നൊക്കെ വാർത്ത വന്നു കഴിഞ്ഞു. വനിതാ കമ്മീഷനിലെ ആൾക്കാർ കേസെടുക്കുമായിരിക്കും. എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ പ്രശ്നം വനിതാ കമ്മീഷൻ അങ്ങനെ കേസെടുക്കാറുണ്ട്. എനിക്ക് പോകാൻ ഇവിടെയില്ല. ഞങ്ങൾ പുരുഷന്മാർക്ക് ഒരു പുരുഷ കമ്മീഷനില്ല, മെൻസ് കമ്മീഷനില്ല. ആണുങ്ങൾ ലീഗലി ഓർഫൻസ് ആണ്, നിയമപരമായി അനാഥരാണ്. കുട്ടികൾക്ക് പോകാൻ ബാലാവകാശ കമ്മീഷൻ ഉണ്ട്, സ്ത്രീകൾക്ക് പോകാൻ എവിടെയും ഇല്ല എന്നുള്ളതാണ് സത്യം. അതല്ലേ ഈ നാട്ടിൽ സംഭവിക്കുന്നത്. ചോദ്യം കേട്ടിട്ട് അതായത് സ്ത്രീകൾക്ക് ഓൾറെഡി മനുഷ്യാവകാശ കമ്മീഷൻ പോകാലോ, പിന്നീട് എന്തിനാ വനിതാ കമ്മീഷൻ? സ്ത്രീകൾക്ക് ഓൾറെഡി കോടതി പോകാലോ, പിന്നീട് സമൂഹത്തിലും അവിടെ അപ്പൊ പുരുഷന്മാർക്കും കമ്മീഷൻ വേണം. പുരുഷന്മാർക്ക് മെയിൽ കമ്മീഷൻ ഉണ്ടെങ്കിൽ, മെൻസ് കമ്മീഷൻ ഉണ്ടെങ്കിൽ രാഹുൽ ഈശ്വറിനും പോരാടം കാണും. ഇല്ലെങ്കിൽ സതീദേവി മാറ്റത്തിനെ ആക്രമിക്കാം, ജയിലിടാൻ പറയാം. അങ്ങനെ എന്നെ അറസ്റ്റ് ചെയ്താൽ അഭിലാഷ് പറയാൻ പോലെ വാദഗതി എനിക്കറിയാം. രാഹുൽ ഈശ്വർ വെർബൽ റേപ്പിനകത്തായി, വെർബൽ റേപ്പിന് രാഹുൽ ഈശ്വർ അകത്താക്കി എന്ന് പറയും. കുറച്ച് ദിനു അടക്കം വെർബൽ എന്ന വാക്കെന്ന് മാറ്റും. അവസാനം ഞാൻ റേപ്പിസ്റ്റ് ആവും. ഇതാണ് ഈ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പുരുഷന് യാതൊരു ഈ അഭിലാഷ് ഇന്നലെ തന്നെ ബോച്ചെ ജാമ്യത്തിന് ഇറങ്ങിയതിന് ശേഷമുള്ള വാർത്താ മാധ്യമങ്ങളുടെ അവതരണ ശൈലി ശ്രദ്ധിച്ചു. പരുക്കൻ അവതരണ രീതിയും ഒരു വാർത്താ മാധ്യമം എന്ന പരിധിക്ക് അപ്പുറം പോലീസ് മുറിയിലുള്ള ചോദ്യങ്ങളാണ് ബോച്ചെ നേരിട്ടത്. ഗ്രീഷ്മ ജാമ്യത്തിന് ഇറങ്ങിയപ്പോ ഇങ്ങനെ ഒരു നിലപാടായിരുന്നു. നമ്മൾ കണ്ടതാണ് തെളിവെടുപ്പ് സമയത്ത് ഗ്രീഷ്മ എന്ന ബ്രില്യന്റ് വിദ്യാർത്ഥിനിയെ വെള്ളപൂശുന്നത്. രാഹുൽ ഈശ്വർ പറഞ്ഞതുപോലെ ഒരു പുരുഷ കമ്മീഷൻ ചിരിച്ചു തള്ളിക്കളയേണ്ട ഒന്നാണോ? കമന്റ് ചെയ്യൂ. നിങ്ങളുടെ ചിന്തകളെ നേർവഴി കാട്ടാൻ ആഗ്രഹിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യൂ. വാർത്താ മാധ്യമങ്ങൾക്ക് വേണ്ടത് സോഷ്യൽ മീഡിയ വരുമാനമോ എന്ന വിഷയത്തെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, കണ്ടുനോക്കൂ.